എല്ലാവർക്കും കേരള ഫുഡ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ്. അത് കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് 1.5 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം അരമണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. റൈസ് സോക്ക് ചെയ്യാൻ വെക്കുമ്പോൾ എപ്പോഴും വാഷ് ചെയ്തിട്ട് വേണം സോക്ക് ചെയ്യാൻ വയ്ക്കാൻ. സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്യുകയാണെങ്കിൽ കുതിർന്നിരിക്കുന്നത് കൊണ്ട് റൈസ് എല്ലാം മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസ് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ഫ്രൈഡ് റൈസിൽ റൈസ് ലോങ് ആയിട്ട് കിടക്കുമ്പോഴാണ് കാണാൻ ഭംഗി. അപ്പോൾ വാഷ് ചെയ്തതിന് ശേഷം മാത്രം സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അരി നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കാം. അരമണിക്കൂറിന് ശേഷം റൈസ് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. റൈസ് വേവിച്ചെടുക്കാനായിട്ട് 6 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. ടേസ്റ്റ് നോക്കുന്ന സമയത്ത് ഉപ്പിൻ്റെ അളവ് ഇച്ചിരി മുന്നിട്ട് നിൽക്കണം. എന്നാലാണ് റൈസിലേക്ക് കറക്റ്റായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം റൈസ് ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വാഷ് ചെയ്ത് സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ബസ്മതി റൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അധികം സമയം എടുക്കില്ല. അപ്പോൾ റൈസ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വേറെ എങ്ങും പോകരുത്. റൈസ് വെന്ത് കുഴഞ്ഞു പോകും. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. 80% ആവുന്നവരെ കുക്ക് ചെയ്തെടുത്താൽ മതി. ബാക്കി നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെക്കുമ്പോൾ ആ ചൂടടിച്ച് കുറച്ച് വേവും. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് മിക്സ് ചെയ്യുന്ന സമയത്ത് ബാക്കി വെന്തോളും. അപ്പോൾ 100% ഇപ്പോൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതങ്ങ് കുഴഞ്ഞു പോകും. ഇപ്പോൾ ഇതൊരു 80% കുക്കായിട്ടുണ്ട്. നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇതിങ്ങനെ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇത് വെന്ത് പോകും. പെട്ടെന്ന് തന്നെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഒരു വലിയ സ്ട്രെയിനർ ആയതുകൊണ്ട് ഇതിൽ തന്നെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്താൽ മതി. ചെറിയ സ്ട്രെയിനർ ആണെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് നിരത്തി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് ചൂടടിച്ചിട്ട് വെന്ത് പോകും. റൈസ് ചൂടാറിയതിന് ശേഷം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്നും കൂടി ഒന്ന് തണുപ്പിച്ചെടുക്കണം. ചൂടോടുകൂടി ഒരിക്കലും ഫ്രൈഡ് റൈസ് മിക്സ് ചെയ്യരുത്. റൈസ് എല്ലാം കുഴഞ്ഞു പോകും. തലേ ദിവസം തന്നെ റൈസ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രൈഡ് റൈസിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് റെഡിയാക്കി വെക്കാം. ഞാനിവിടെ സെലറി എടുത്തിട്ടുണ്ട്. സെലറിയും സ്പ്രിംഗ് ഒനിയനും ഒക്കെ ചേർക്കുമ്പോഴാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ ഒരു പാർട്ടാണ് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് ഫുള്ളൊന്നും നമുക്ക് ആവശ്യമില്ല. ഒരു 3 ടേബിൾ സ്പൂൺ മതിയാവും. കുറച്ച് സ്പ്രിംഗ് ഒനിയൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വൈറ്റ് പാർട്ടും ഗ്രീൻ പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. രണ്ടും 1/4 കപ്പ് വീതം വേണ്ടി വരും. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ വൈറ്റ് പാർട്ടും ഗ്രീൻ പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഫ്രൈഡ് റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കണ്ട. ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെലറി ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു 3 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും. സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പാർട്ടും വൈറ്റ് പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈറ്റ് പാർട്ട് 1/4 കപ്പ് ഉണ്ടാവും. ഗ്രീൻ പാർട്ട് 1/4 കപ്പിനേക്കാളും കുറച്ച് കൂടുതലുണ്ടാവും. 3 ഗ്രീൻ ചില്ലി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 വലിയ അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറിയ അല്ലിയാണെങ്കിൽ 4-5 എടുക്കാവുന്നതാണ്. 6 ബീൻസ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈഡ് റൈസിന് ഒരുപാട് വെജിറ്റബിൾസ് ചേർക്കണ്ട. എല്ലാം കുറച്ചളവിൽ ചേർത്താൽ മതി. 1 ക്യാരറ്റിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് ക്യാബേജ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് ഫ്രോസൺ കോണാണ്. ഇത് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാവുന്നതാണ്. ഫ്രോസൺ ഗ്രീൻ പീസ് ഒക്കെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയും വെജിറ്റബിൾസാണ്. നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിവിടെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചൂടൊന്നാറിയതിന് ശേഷം ഇത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ചിക്കൻ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൈകൊണ്ടൊന്ന് പിച്ചിയെടുത്തതാണ്.
ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെക്കണം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. അന്നേരം നമുക്ക് അരിയാനും വേറെ സാധനങ്ങൾ എടുക്കാനും ഒന്നുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെച്ചിട്ട് വേണം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാനായിട്ട്. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. അധികം ചേർക്കണ്ട, 2 നുള്ളു ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 നുള്ളു കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി മുട്ട ചിക്കി പൊരിച്ചെടുത്ത സെയിം പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചാൽ മതി. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു ചൈനീസ് റെസിപ്പിയാണ്. ഇതിലേക്ക് ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽ ഏതെങ്കിലും ഉപയോഗിച്ചാൽ മതി. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ചൈനീസ് കുക്കിംഗ് എപ്പോഴും ഹൈ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ തീരുന്ന വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇടയ്ക്ക് ഫ്ലെയിം ഒന്നും കുറയ്ക്കരുത്. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കാം. സെലറി ചേർക്കാം. സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പാർട്ട് ചേർക്കാം. ഗ്രീൻ പാർട്ട് ഇപ്പോൾ ചേർക്കണ്ട, അവസാനം ചേർത്താൽ മതി. ഇനി നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസ് ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഒരുപാട് നേരം വഴറ്റിയിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾസൊക്കെ അങ്ങ് വെന്ത് കളറൊക്കെ മാറിപ്പോവും. ക്യാരറ്റും ബീൻസും 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. കോൺ ഇപ്പോൾ ചേർക്കണ്ട, ഇത് ഫ്രോസൺ കോൺ ആയതുകൊണ്ട് അവസാനം ചേർത്താൽ മതി. ഫ്രഷ് കോൺ ആണെങ്കിൽ വേവിച്ചിട്ട് ചേർക്കണം കേട്ടോ. ഇതിപ്പോൾ ഫ്രോസൺ ആയതുകൊണ്ട് അവസാനം ചേർത്താലും കുഴപ്പമില്ല. ഇനി ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. നമ്മൾ ചിക്കനും റൈസൊക്കെ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ സോസ് ചേർക്കും, അതിനകത്ത് ഉപ്പുണ്ടാവും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഫ്രൈഡ് റൈസ് നല്ല വൈറ്റ് കളറിലിരിക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റ് പെപ്പർ പൗഡർ ചേർത്താൽ മതി. 3 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ, തീ കുറയ്ക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഫ്രോസൺ കോൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിത് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത റൈസാണ്. മുട്ട ചിക്കി പൊരിച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പാർട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 നുള്ളു കുരുമുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ സോയ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. സോയ സോസ് ഇനി അധികം ചേർക്കണ്ട, റൈസിൻ്റെ വൈറ്റ് കളർ നഷ്ടപ്പെടും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റൈസ് ഒന്നും ഉടഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഒരു തടിയുടെ സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ടോസ് ചെയ്തെടുക്കാം. അതായിരിക്കും ഒന്നുകൂടി നല്ലത്. ഇങ്ങനെ ടോസ് ചെയ്യുമ്പോൾ റൈസ് ഒന്നും പൊട്ടിപ്പോവില്ല. ഹൈ ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റും കൂടെ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. റൈസ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചേർത്തിരിക്കുന്നത് കൊണ്ട് തണുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ 4-5 മിനിറ്റും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. റൈസ് പൊട്ടിപ്പോവാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടോസ് ചെയ്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ എള്ളെണ്ണ ചേർത്ത് കൊടുക്കാം. ചൈനീസ് റെസിപ്പീസിലൊക്കെ എള്ളെണ്ണ ചേർക്കാറുണ്ട്. എള്ളെണ്ണ ചേർക്കുമ്പോൾ ഒരു നല്ല സ്മെല്ലായിരിക്കും. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഫ്രൈഡ് റൈസിന് ഒരു ഗ്ലേസിങ് ഉണ്ടാവുമല്ലോ, ആ ഗ്ലേസിങ്ങും കൂടെ കിട്ടാനായിട്ടാണ് എള്ളെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
റൈസ് ഒന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിനാണ്. ഇനി നമുക്ക് ചൂടോടുകൂടി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ ചിക്കൻ മഞ്ചൂരിയൻ്റെയോ ഗോബി മഞ്ചൂരിയൻ്റെയോ ചില്ലി ചിക്കൻ്റെയോ ഒക്കെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ മഞ്ചൂരിയൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവർ കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.